പരിശോധനയ്ക്കിടെ പോലീസ് വാഹനത്തെ ഇടിച്ചിട്ട ശേഷം ലോറി നിർത്താതെ പോയി. ദേശീയപാത വടക്കഞ്ചേരി മംഗലത്താണ് ഈ സംഭവം. ലോറിയിലുണ്ടായിരുന്നവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദൃശ്യങ്ങൾ കാണാം ആദ്യം. നിതിൻ തോമസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, എങ്ങനെയാണ് പിന്നെ ലോറിയിലുള്ളവരെ പിടികൂടിയത്? ഇന്നലെ അർദ്ധരാത്രിയില് പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു വാഹന പരിശോധനയ്ക്കിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പോലീസ് ഉത്തർപ്രദേശ് രജിസ്ട്രേഷനിലുള്ള ലോറിയായിരുന്നു. പോലീസ് കൈ കാണിച്ചിട്ടും നിർത്താതെ പോലീസ് ജീപ്പിനെ ഇടിക്കുകയായിരുന്നു. പിന്നീട് തുടർന്ന് പന്നിയങ്കര ടോൾ പ്ലാസയുടെ ബാരിക്കേഡും ഈ വാഹനം തകർത്തു. അതിനുശേഷം കടന്നു കളഞ്ഞ ഈ വാഹനം വാണിയമ്പാറ ഭാഗത്തെത്തിയപ്പോൾ ഗതാഗത കുരുക്കിൽ പെടുമെന്ന് മനസ്സിലായപ്പോൾ ഇവർ ആ വാഹനം ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. പക്ഷെ പിന്നാലെ തന്നെ പോലീസ് ഉണ്ടായിരുന്നു. പോലീസ് എത്തി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വാഹനം കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷം നടത്തിയ വ്യാപകമായ പരിശോധനയിലാണ് ഈ സംഘം പിടിയിലാവുന്നത്. 5 അംഗ സംഘമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. പിടിയിലായത് UP രജിസ്ട്രേഷനിലുള്ള ലോറിയാണ്. ഇപ്പൊ നമുക്ക് ഇതിന്റെ പ്രാഥമികമായിട്ട് അറിയാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ദേശീയപാതയ്ക്ക് അരികെ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിൽ നിന്നും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഡീസൽ മോഷണം പോകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മോഷണം നടത്തുന്ന സംഘമാണ് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഈ കസ്റ്റഡിയിൽ എടുത്ത വാഹനത്തിൽ നിന്നും ഇത്തരത്തിൽ ഡീസൽ സൂക്ഷിക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ കണ്ടെത്തി. അതുപോലെ തന്നെ മാരക ആയുധങ്ങളും ഈ വാഹനത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ പോലീസ് കൈ കാണിച്ചപ്പോൾ പോലീസ് വാഹനത്തെയും ടോളും എല്ലാം ഇടിച്ചു തകർത്ത് ഇവർ മുന്നോട്ട് പോയത്. എന്തായാലും നിലവിൽ 5 അംഗ സംഘം പിടിയിലായിരിക്കുകയാണ്. ശരി നിതിൻ.